എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്വാഗതവും സ്നേഹവും അർപ്പിക്കുന്നു. നമ്മൾ പലയിടങ്ങളിലായിരിക്കും നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ തന്ന ഭാഗ്യപദവിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പ്രധാന ദിവസമാണല്ലോ. നമ്മളെല്ലാവരും ഇന്ത്യയിൽ നമ്മളെല്ലാവരും ആ ദിവസം ഓർത്തു ആഘോഷിച്ച് സന്തോഷിച്ച് ദൈവം നമുക്ക് സ്വാതന്ത്ര്യവും സമാധാനവും ഇത്രയും വർഷക്കാലം നമുക്ക് നാട്ടിൽ അനുഭവിക്കാൻ ദൈവം ഇടയാക്കി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ നീതിബോധമുള്ള പൗരന്മാരായിട്ട് തുടർന്നും പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രാജ്യത്തെ സൂക്ഷിക്കുന്ന പട്ടാളക്കാരെ നമ്മൾ പ്രാർത്ഥനയിലും നമ്മുടെ അനുദിന ജീവിതത്തിലും ഓർക്കേണ്ടതാണ്. നമ്മൾ സുഖമായിട്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ എവിടെയായിരിക്കുന്നാലും കഴിയുമ്പോൾ അവർ രാജ്യത്തിൻ്റെ ബോർഡർ രാപ്പകൽ ഉറക്കമില്ലാതെ അവരെ നമുക്ക് വേണ്ടി നമ്മളെ കാത്തു സൂക്ഷിക്കുകയാണ്. എല്ലാറ്റിനും ഒരു ദൈവമാണ് കാത്തു സൂക്ഷിക്കുന്നത്. എന്നാൽ അവരെ ഓർത്തും അവരുടെ കുടുംബാംഗങ്ങളെ ഓർത്തും നമ്മളെപ്പോഴും പ്രാർത്ഥനയിൽ അവരെ വഹിക്കേണ്ടതാണെന്നുള്ള ആ ബോധം കൂടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ എന്നെയും ഓർപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായ ഒരു സ്വാതന്ത്ര്യദിനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ആ സ്വാതന്ത്ര്യബോധത്തോടും ആ സ്വാതന്ത്ര്യത്തെ വേണ്ട വിധം ദൈവനാമബോധനായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ അവരെ സഹായിക്കട്ടെ, അതിന് കൃപ തരട്ടെ. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥന മീറ്റിംഗ് ആണ്. അല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഒരു ആയുധമാണ് എന്ന് നമുക്കറിയാം. പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ ശക്തി ഇല്ലെങ്കിലും പ്രാർത്ഥന മൂലം ദൈവം നമ്മളോട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഇന്ന് രാത്രിയും ഇന്ന് പകലും നമുക്ക് കർത്താവ് അതിശയം പ്രവർത്തിച്ച് നമ്മളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു ക്രമം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഓപ്പണിംഗ് പ്രെയർ ചെയ്യുന്നത് സഹോദരി ലത സ്വരൂപാണ്. അതിനുശേഷം സിസ്റ്റർ ബിൻസി തോമസ് നമുക്ക് 2 ഗാനങ്ങൾ കേട്ട ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും നന്ദി കരയറ്റുവാനും നമ്മുടെ മധ്യത്തിൽ കൂടി വന്നിട്ടുണ്ട്. സഹോദരി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മെസ്സേജ് തരുന്നത് സിസ്റ്റർ സുഷ്മി സാമാണ്. സഹോദരിയെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ക്ലോസിംഗ് പ്രയർ സിസ്റ്റർ ഡേസി തോമസ് ആയിരിക്കും. നമുക്ക് ആദ്യോടെ അവസാനം ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധത്തോടെ ഇരിക്കേണ്ടതിനും യാതൊരു പ്രോബ്ലവും ഇല്ലാതെ ഈ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതിന് നമുക്ക് പ്രാർത്ഥനയോട് കൂടെ ഇരിക്കാം. ദൈവനാമം ഇതിൽ കൂടി മാത്രം മഹിമപ്പെടട്ടെ. ഓപ്പണിംഗ് പ്രയറിനായിട്ട് സിസ്റ്റർ ലതാ സ്വരൂപിനെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ വൈകിയ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ഇത്രയും സഹോദരിമാർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവെ ഇങ്ങനെ ഓൺലൈൻ വഴിയായി ഈ 221ാമത്തെ പ്രയർ മീറ്റിങ്ങിനായിട്ട് ജോയിൻ ചെയ്യുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്തുവല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഗ്രേസി സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ കർത്താവെ, ഇന്നത്തെ ദിവസം അടിയങ്ങളുടെ രാജ്യത്തിന് അവിടുന്ന് സ്വാതന്ത്ര്യം നൽകി തന്ന ഒരു ദിവസം അടിയങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. അതിലുപരിയായിട്ട് കർത്താവ് അടിയങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തുടർന്നുള്ള നാളുകളിലും സ്വാതന്ത്ര്യത്തോടുകൂടെ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ ചൊരിയുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ അവിടുത്തെ സാന്നിധ്യം കർത്താവെ അടിയങ്ങൾക്ക് ആവശ്യമാണ്. അവിടുത്തെ സാന്നിധ്യ ബോധത്തിൽ അടിയങ്ങൾ ഓരോരുത്തരുമായിരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാണമേ. അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം കർത്താവെ 2-3 പേര് അങ്ങയുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവിടുന്ന് കർത്താവെ ഉപവിഷ്ടനാണെന്ന് കർത്താവെ അടിയങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, ഇന്നത്തെ ഈ മീറ്റിങ്ങിലും അവിടുത്തെ സാന്നിധ്യ ബോധത്തിൽ അടിയങ്ങൾ ഓരോരുത്തരും ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മീറ്റിംഗ് ആദ്യോടെ അന്ത്യം കർത്താവെ ദൈവമേ നല്ല നിലയിൽ കർത്താവെ അത് ലീഡ് ചെയ്യുവാൻ കർത്താവെ ഗ്രേസി ആൻറ്റി അവിടുന്ന് പ്രത്യേക ശക്തീകരിക്കുമാറാണമേ, ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് കർത്താവെ അടിയങ്ങൾ ദൈവമേ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇന്ന് കർത്താവെ അടിയങ്ങളുടെ മധ്യത്തിൽ പാട്ട് പാടുവാനായിട്ട് അവിടുന്ന് സിസ്റ്റർ ബിൻസി തോമസിനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ദാസിക്ക് ആവശ്യമായ എല്ലാ കൃപകളാൽ നിറയ്ക്കണമേ. കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവമേ സ്തോത്രം. കർത്താവെ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ദാസിയെ ശക്തീകരിക്കുമാറാണും ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങളുമായിട്ട് അങ്ങയുടെ വചനം പങ്കുവയ്ക്കുന്ന സിസ്റ്റർ സുഷ്മി സ്വാമിനായിട്ട് കർത്താവെ അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസിയിലൂടെ അടിയങ്ങളോട് അവിടുന്ന് കർത്താവെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വചനങ്ങൾ കർത്താവെ കേട്ട് അടിയങ്ങൾ ദൈവസന്നിധിയിൽ അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നന്ദി കരയറ്റുവാൻ ഇന്നത്തെ ദിവസം ഇടയാക്കി തീർക്കുമാറാണമേ. അതിനുശേഷം അടിയങ്ങൾ വിവിധ വിഷയങ്ങളുമായിട്ട് ദിവസന്ധിയോട് അടുത്ത് വരുമ്പോൾ കർത്താവെ ദൈവമേ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അങ്ങേക്ക് സ്തുതി കരയറ്റിക്കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ അനേക പ്രാർത്ഥനകളുടെ ഉത്തരം അവിടുന്ന് നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും
ഇനിയുള്ള വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവകാര്യങ്ങളിൽ ഭരമേൽപ്പിക്കുവാനും അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാണ്. അത് കഴിഞ്ഞ് കർത്താവെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ഡെയ്സി തോമസ് സിസ്റ്ററോടുകൂടെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാണമേ. അങ്ങനെ യാതൊരുവിധ ടെക്നിക്കൽ ഗ്ലിച്ചസും കൂടാതെ ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ ദിവസം നടക്കുവാൻ തക്കോണം അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ടിനായി സ്തോത്രം സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. സിസ്റ്റർ മ്യൂട്ട് ആണേ. താങ്ക് യു സിസ്റ്റർ ലത. നമുക്ക് അടുത്തതായിട്ട് 2 പാട്ടുകൾ കേൾക്കാനാണ്. അതിനായിട്ട് സിസ്റ്റർ ബിൻസി തോമസിനെ സ്നേഹത്തോടെ വിളിക്കുന്നു. സിസ്റ്റർ ബിൻസി തോമസ് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കാണുന്നില്ല. നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. സിസ്റ്റർ ബിൻസി തോമസ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. എനിക്കും ഈ പ്രെയർ മീറ്റിംഗിൽ സംബന്ധിപ്പാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്കും ഇങ്ങനെ ഒരവസരം നൽകിയതിനായിട്ട് പ്രിയ ആന്റിമാരോടുമുള്ള നന്ദി പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. വീഴാതെ എന്നെയും കാത്തു, താഴാതെ എന്നെ പിടിച്ചു, വീഴാതെ എന്നെയും കാത്തു, താഴാതെ എന്നെ പിടിച്ചു. ഏഴാമെന്നെയും കാത്തു പാലിച്ചതാ സ്നേഹം ഞാൻ ഓർത്തു പാടും. ഏഴാമെന്നെയും കാത്തു പാലിച്ചതാ സ്നേഹം ഞാൻ ഓർത്തു പാടും. കുപ്പയിൽ നിന്നങ്ങുയർത്തി ഒപ്പമിരുത്തിതൻ കൂടെ, കുപ്പയിൽ നിന്നങ്ങുയർത്തി ഒപ്പമിരുത്തിതൻ കൂടെ. അപ്പാ നിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നു. അപ്പാ നിൻ സ്നേഹത്തെ എപ്പോഴും ഓർത്തു ഞാൻ തൃപ്പാദം കുമ്പിടുന്നു. എന്നു ഞാൻ വന്നങ്ങു ചേരും, അന്നെന്റെ ഖിന്നത തീരും. എന്നു ഞാൻ വന്നങ്ങു ചേരും, അന്നെന്റെ ഖിന്നത തീരും. അന്നാളിൽ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും, എന്നും ഞാൻ ആരാധിക്കും. അന്നാളിൽ പ്രിയന്റെ പൊന്മുഖം കണ്ടിടും, എന്നും ഞാൻ ആരാധിക്കും. എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, എത്രയോ നല്ലവനേശു, എത്ര ദയാപരനെന്നും, ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ. ഇത്രത്തോളം ചെയ്ത നന്മകളോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും പോരാ.
ഞാൻ നേരത്തെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത്. പർവ്വതങ്ങൾ മാറിപ്പോയിടും, കുന്നുകൾ നീങ്ങിപ്പോയിടും, കർത്താവിന്റെ ദയ ഒരു നാൾ നമ്മെ വിട്ടു മാറുകയില്ല എന്നുള്ള ഒരു ഗാനം പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. പർവ്വതങ്ങൾ മാറിപ്പോയിടും, കുന്നുകളും നീങ്ങിപ്പോയിടും, പർവ്വതങ്ങൾ മാറിപ്പോയിടും, കുന്നുകളും നീങ്ങിപ്പോയിടും, എന്നോടുള്ള നിന്ദയാ എന്നുമുള്ളതല്ലയോ, ഒന്നിനാലും ഭംഗമില്ലതിന്നൊരൽപ്പവും, എന്നോടുള്ള നിന്ദയാ എന്നുമുള്ളതല്ലയോ, ഒന്നിനാലും ഭംഗമില്ലതിന്നൊരൽപ്പവും, ഓർത്തു നീയൻ താഴ്ചയിലെന്നെ തീർത്തു തന്നൻ പാപഭാരത്തെ, ഓർത്തു നീയൻ താഴ്ചയിലെന്നെ തീർത്തു തന്നൻ പാപഭാരത്തെ, ചേർത്തണച്ച നിൻ കൃപ ശ്രേഷ്ഠമാം മഹാദയ, ഓർത്തു ഞാൻ നിനക്കു സ്തോത്ര ഗീതം പാടിയിടും, ചേർത്തണച്ച നിൻ കൃപ ശ്രേഷ്ഠമാം മഹാദയ, ഓർത്തു ഞാൻ നിനക്കു സ്തോത്ര ഗീതം പാടിയിടും, കേട്ടു നീയൻ യാചനകളെ മാറ്റി നീയൻ വേദനകളെ, കേട്ടു നീയൻ യാചനകളെ മാറ്റി നീയൻ വേദനകളെ, നേട്ടമായിട്ടിന്നവ തീർത്തു തന്ന നിന്ദയ, പോറ്റിടുന്നു താങ്ങിടുന്നു വീണിടാതെന്നെ, നേട്ടമായിട്ടിന്നവ തീർത്തു തന്ന നിന്ദവ, പോറ്റിടുന്നു താങ്ങിടുന്നു വീണിടാതെന്നെ, നിന്ദയോർത്താരാധിക്കും ഞാൻ, നിന്ദയിൽ ആനന്ദിക്കും ഞാൻ, നിന്ദയോർത്താരാധിക്കും ഞാൻ, നിന്ദയിൽ ആനന്ദിക്കും ഞാൻ, നിത്യദയയ്ക്കൊത്തപ്പോൾ ഭക്തിയായി ആരാധിപ്പാൻ ശക്തനാക്കി തീർത്തനുഗ്രഹിക്ക എന്നെ നീ, നിത്യദയയ്ക്കൊത്തപ്പോൾ ഭക്തിയായി ആരാധിപ്പാൻ ശക്തനാക്കി തീർത്തനുഗ്രഹിക്ക എന്നെ നീ, വീട്ടിലെത്തി ചേരും നാൾ വരെ വീഴ്ച എന്നെ സൂക്ഷിച്ചിടും നിൻ, വീട്ടിലെത്തി ചേരും നാൾ വരെ വീഴ്ച എന്നെ സൂക്ഷിച്ചിടും നിൻ, നിത്യസ്നേഹം മാത്രമാ ഇത്രദയ കാട്ടുവാൻ, നിത്യവും നിൻ ദയ എനിക്കഭയമല്ലോ, നിത്യസ്നേഹം മാത്രമാ നിത്യദയ കാട്ടുവാൻ, നിത്യവും നിൻ ദയ എനിക്കഭയമല്ലോ, പർവ്വതങ്ങൾ മാറിപ്പോയിടും, കുന്നുകളും
കുന്നുകളും നീങ്ങിപ്പോയിടും. എന്നോടുള്ള നിന്ദയ എന്നുമുള്ളതല്ലയോ. ഒന്നിനാലും ഭംഗമില്ലതിന്നൊരൽപ്പവും. എന്നോടുള്ള നിന്ദയ എന്നുമുള്ളതല്ലയോ. ഒന്നിനാലും ഭംഗമില്ലതിന്നൊരൽപ്പവും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. വളരെ മനോഹരമായ 2 പാട്ട് നമുക്ക് പാടി കേൾക്കുവാൻ ദൈവം ഇടയാക്കി. വളരെ ഭംഗിയായിട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മാത്രം മഹിമപ്പെടുമാറാട്ടെ. ആദ്യം നമ്മൾ കേട്ടു, എത്ര നല്ലവൻ യേശു, എത്ര നല്ലവൻ യേശു. നമ്മൾ വേദോസ്തത്തിൽ വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനത്തിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവനെ ശരണമാക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. എത്ര നല്ലവൻ യേശു. ഇവിടെ മാത്രമല്ല നമ്മൾ എൻജോയ് ചെയ്യുന്നത്, നിത്യതയിലും കർത്താവിനോട് കൂടെ വാഴുന്ന ആ ദിവസം ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യും. അടുത്ത പാട്ട് കേട്ടത് എന്താണ്? പർവ്വതങ്ങളും കുന്നുകളും മാറിപ്പോകും, എന്നാൽ കർത്താവിൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു. നമ്മളെ രക്ഷിച്ച ദയ, അത് നമ്മൾ കേട്ടു. അതുകൂടാതെ പാട്ടിൽ എന്താണ് പാടിയത്? നമ്മുടെ യാതനകൾ കേട്ട് നമ്മുടെ വേദനകൾ നീക്കിയ ദയ, ഓരോ ദിവസവും വീഴാതെ നമ്മെ കാക്കുന്ന ദയ. അതോർത്ത് നമുക്ക് ദൈവത്തെ ഭക്തിയായി ആരാധിച്ച് വിശ്വസ്തയോടെ സേവിച്ച് ജീവിക്കാം. വളരെ മനോഹരമായ 2 പാട്ടുകൾ അതിമനോഹരമായി പാടി ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്തത് പ്രിയദാസിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ കഴിവുകൾ ദൈവം കൊടുത്ത് അവിടുത്തെ മകളെ അനുഗ്രഹിക്കട്ടെ, അവിടുത്തെ നാമമാത്രനായിട്ട് ഉപയോഗിക്കട്ടെ. നമുക്കടുത്തതായിട്ട് പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. അടുത്തത് മെസ്സേജാണ്. തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ കർത്താവിൻ്റെ ദാസി സുഷ്മി സാം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. സഹോദരി ആദരപൂർവ്വ സ്നേഹപൂർവ്വ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും സഹോദരിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. സ്വന്തം വാക്കല്ല, കർത്താവിന്റെ ബലത്തിലും ശക്തിയിലും ധൈര്യത്തിലും സംസാരിക്കാൻ എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ബോധത്തോടെ നമുക്ക് ഓരോരുത്തർക്ക് ഇരിക്കാൻ. ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. സിസ്റ്റർ സുഷ്മി സാം. താങ്ക് യു ആന്റി. കേൾക്കാമോ? കേൾക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവത്തോട് ആദ്യമായി ഞാൻ നന്ദിയെ അറിയിക്കുന്നു. സെന്റർ ഫോർ ലിവിങ് വേൾഡിന്റെ ഈ വേദിയിൽ സംസാരിക്കാനുള്ള അവസരം നൽകി തന്ന ആന്റിമാരോടുള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ആയിരിക്കാനും ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വലിയൊരു കോട്ടയും ബലവുമായിട്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക സഹോദരിമാർ എന്നെ പ്രാർത്ഥനയിൽ വഹിക്കണം. ഇന്ന് ചെയ്യുന്ന ഈ മിനിസ്ട്രി അത് അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാനും അവരുടെ പ്രാർത്ഥന ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും വേണ്ടി പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നെ ഇന്നത്തെ ചിന്തയ്ക്ക് എനിക്ക് ദൈവം തന്ന ഒരു വാക്യം 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. നമുക്കിതറിയാം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇത്. 1 ശമൂവേൽ നമ്മൾക്കറിയാം. ഇത് ഹന്നയെ കുറിച്ചാണ് പറയുന്നത്. അവൾ മനോവ്യസനത്തോടെ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഹന്ന ദൈവസന്നിധിയിൽ കരയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് മനോവ്യസനത്തോടെയാണ് കരയുന്നത്. ഒരു മനുഷ്യന് ഒരു മനോവ്യസനത്തിന്റെ അവസ്ഥ വരുന്നത് വളരെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ നീറുന്ന വേദനകളോ ജീവിതത്തിന്റെ പരവരുത്ത അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴാണ് മനോവ്യസനം എന്നുള്ളൊരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ഉപയോഗിക്കുക. അപ്പൊ ഹന്ന ഇവിടെ കരയുന്നുണ്ട്. അപ്പൊ അതിന്റെ 8-ാം വാക്യത്തിൽ ഹന്നയുടെ ഭർത്താവ് എൽക്കാന ചോദിക്കുന്നുണ്ട്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്ന, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ എന്തിനു വ്യസനിക്കുന്നു എന്ന് ചോദിച്ചു.
3 ചോദ്യമാണ് ഇവിടെ അന്നയോട് എൽക്കാന ചോദിക്കുന്നത്. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്ന നീ എന്തിനു കരയുന്നു? അപ്പം ഇന്ന് നമുക്ക് അന്നയോട് ചോദിക്കാൻ പറ്റുന്ന ഇതില് 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതില് ഒരു കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. അന്ന നീ എന്തിന് കരയുന്നു? നമ്മളിപ്പോ അന്നയോട് ചോദിച്ചാൽ എന്തിന് കരയുന്നു എന്ന് ചോദിച്ചാൽ അന്നയ്ക്ക് പറയാനായിട്ട് 3 മറുപടികൾ ഈ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് ഫെനീന എന്നും പേർ. ഫെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ അന്നയ്ക്കോ മക്കളുണ്ടായിരുന്നില്ല. അപ്പൊ എന്നാൽ അന്നയ്ക്കോ മക്കളുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഒരു കാരണം, ദൈവം അവളുടെ ഗർഭം അടച്ചിരുന്നു. ദൈവം അവൾക്ക് മക്കളെ കൊടുത്തിരുന്നില്ല. ദൈവം അവൾക്ക് മക്കളെ പ്രസവിക്കാനുള്ള ഒരു കഴിവ് അവൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അന്ന മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ കരയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ 1-ാമത്തെ പോയിന്റ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഷീ റിയലൈസ്ഡ് ഹെർ പ്രോബ്ലം. അവൾക്ക് വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഷീ റിയലൈസ്ഡ് ഹെർ പ്രോബ്ലം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ചുറ്റും പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ജീവിതത്തിന്റെ പലവരുത്ത അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. പല രോഗങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വയ്യോളം പല ഭാരങ്ങളും നമ്മുടെ മുകളിലുണ്ട്. നമ്മൾ മനോവ്യസനത്തോടെ കരയാനായിട്ട് ഒരു സമയം ദൈവസന്നിധിയിൽ കണ്ടെത്തുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ദൈവസന്നിധിയിൽ എന്തായിത്തീരും? നിസ്സാരമായി തീരും, അല്ലെ? അവൾക്ക് അവളുടെ പ്രശ്നം മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ ആ വ്യസനവും കൊണ്ട് ദൈവസന്നിധിയിൽ ചെന്നാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് നമുക്ക് മനോവ്യസനം വരുമ്പോൾ നമ്മൾ എവിടാണ് പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത്? ചില സമയത്തൊക്കെ മനുഷ്യരോടാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് പറയുന്നത് മനുഷ്യരോടാണ്. പക്ഷെ അവർക്കൊന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം തരാൻ പറ്റത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിലോട്ട് ഓടുന്നത്. പലപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അന്ന ചെയ്ത അന്ന ചെയ്ത ഒരു കാര്യം നമുക്ക് മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ മനോവ്യസനത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഉത്തരവരുളും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിന്റെ പലവിധമായ പ്രശ്നങ്ങൾ, സഭയിലെ പ്രശ്നങ്ങളായിരിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഈ നാളുകളിൽ സുവിശേഷ വേലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ എല്ലാവരും പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള അനേക സുവിശേഷന്മാരെ ജയിലിൽ കഴിയുന്നവരുണ്ട്. അപ്പം അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എത്രമാത്രം നമ്മൾക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാനും അവര് നമ്മളിൽ ഒരാളായി കണ്ട മനോവ്യസനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. വേഴ്സ് നമ്പർ 5 പറയുന്നുണ്ട്, 5 മുതൽ 7 വരെയുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു. അന്നയ്ക്കും അവൾ ഇരട്ടി ഓഹരി കൊടുത്തു, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. 2-ാമത്തെ പോയിന്റ് ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ, ഷീ റിയലൈസ്ഡ് ഹർ എനിമി. അവൾക്ക് അവളുടെ ശത്രുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഷീ റിയലൈസ്ഡ് ഹർ എനിമി. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ അന്ന പറയുന്നത് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അപ്പം വ്യസനിപ്പിക്കാൻ തക്കവണ്ണം, വ്യസനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രഗിളിന്റെ അങ്ങേയറ്റം എത്തുന്ന സമയത്താണ് വ്യസനം എന്നുള്ളൊരു ഇത് വരുന്നത്. ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം അത്രയും ഹന്നെ മുഷിപ്പിച്ചിരുന്നത് അവളെ മാനസികമായി അതുപോലെ വേദനിപ്പിക്കുകയും മാനസികമായി തകർക്കുന്ന പല കാര്യങ്ങളും അവളുടെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹന്ന മനോവ്യസനത്തോടെയാണ് ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്.
അവിടെ കാണുന്നുണ്ട് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ ആ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ തന്നെ ചെയ്തു വന്നു. പെനിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മക്കളില്ലാത്തത് കൊണ്ട് തന്നെ പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പെനിനെ കുറിച്ച് പറയുന്ന, അവൾ യഹോവയുടെ ആലയത്തിൽ അന്ന യഹോവയുടെ ആലയത്തിൽ പോകുമ്പോൾ ഒക്കെയും ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നയ്ക്ക് മനോവ്യസനം ഉണ്ടായി. അന്ന ഈ വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരിമാരെ, നമുക്കും ഇന്ന് നമ്മുടെ ശത്രുവില്ലേ? നമ്മളെയും തളർത്തി കളയുന്ന, നമ്മളെയും ഒരുവിധം അല്ലാതെ നമ്മളെ ഒന്നും അല്ലാതെ ആക്കുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറില്ലേ? നമ്മുടെ ശത്രു ആരാ? നമ്മുടെ ശത്രു നമ്മുടെ വീട്ടുകാരാണോ? അതോ നമ്മുടെ അയൽവാസികളാണോ? അതോ നമ്മുടെ സഭയിലുള്ളവരാണോ? ഇവരാരുമല്ല നമ്മുടെ ശത്രു. നമ്മളെ തകർക്കാൻ വേണ്ടി ഇവിടെ വലിയൊരു ശത്രു ഉണ്ട്. നമ്മള് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പിശാച് ഊടാടി സഞ്ചരിച്ച് ആരെ വീഴ്ത്തണ്ടോ എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നു. നമ്മൾ ഈ ലോകത്ത് വിശ്വാസികളായി ജീവിക്കുമ്പോൾ നമ്മുടെ ശത്രു ലോകവും ജഡവും പിശാചുമാണ്, അല്ലെ? ലോകവും ജഡവും പിശാചുമാണ് നമ്മുടെ ശത്രു. അപ്പൊ അതേ ഉണ്ടാക്കിയ ദൈവത്തിന് അതിനേക്കായും പിശാചിനേക്കായും ബലവാനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും അത് മനസ്സിലാക്കി ശത്രുവിന്റെ തന്ത്രങ്ങൾ, വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്നും കൂടി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുക. നമ്മുടെ ശത്രുക്കളെ നമ്മൾ മനസ്സിലാക്കുവാൻ അന്നെ പോലെ ബുദ്ധിയുള്ള സ്ത്രീകളെ പോലെ നമ്മുടെ ശത്രുക്കളെ മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ നാം തകർത്തുകൊണ്ട്, കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത്, നമ്മുടെ സഭയെ ഓർത്ത്, നമ്മുടെ വീടുകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഷീ റിയലൈസ്ഡ് ഹർ എനിമി. വേഴ്സ് നമ്പർ 5, 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ, എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. അന്നയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവളുടെ ഗർഭം അടച്ചിരുന്നു. അവൾക്കൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടായിരുന്നു. ഗർഭം അടച്ചത് കൊണ്ട് അവൾക്കൊരു കുഞ്ഞില്ലായിരുന്നു. ആ പ്രശ്നം നിമിത്തമാണ് അവൾ മനോവ്യസനം പൂണ്ട് നിന്നിരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അവളെ പരിഹസിച്ചിരുന്നത് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അവൾക്ക് വലിയൊരു ആവശ്യമുണ്ടായിരുന്നു. ഷീ റിയലൈസ്ഡ് ഹർ നീഡ്സ്. ഷീ റിയലൈസ്ഡ് ഹർ നീഡ്സ്. വേഴ്സ് നമ്പർ 5-ൽ അവൾക്ക് വലിയൊരു ആവശ്യമുണ്ടായിരുന്നു. ഷീ റിയലൈസ്ഡ് ഹർ നീഡ്സ്. അന്നയുടെ ഏറ്റവും വലിയൊരു ആവശ്യം, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സഹോദരിമാരുടെ ഏറ്റവും വലിയൊരു ആവശ്യം ആയിരിക്കാം അമ്മയാകുക എന്നുള്ളത്. ഒരു കുഞ്ഞിന് ജന്മം നൽകണം, മറ്റുള്ളവരെ അത് പരിഹസിക്കാൻ ഇടവരരുത്, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ളവരായി. ഈ അന്ന അങ്ങനെ മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം ആ പ്രാർത്ഥന കേൾക്കുവാനും അവർക്ക് അതിന് ഉത്തരം കൊടുക്കുവാനും എവിടെയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇവൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഏലി പ്രവാചകൻ പറയുന്നുണ്ട്, ഇവൾ മദ്യലഹരിയിൽ വന്ന് ഇവിടെ പിറുവിറുക്കുന്നു, അല്ലെങ്കിൽ മദ്യലഹരിയിൽ വന്ന് അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചിരുന്നാൽ അവളുടെ ഹദരം ആംഗ്യഹ്ലാദ ശബ്ദം കേൾപ്പിക്കാതിരുന്നു, ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ ഏലി വരെ അന്നെ മനസ്സിലാക്കുന്നില്ല. ഏലി പറയുന്നുണ്ട്, നീ ലഹരി പിടിച്ചു, നീ മദ്യം കഴിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ദൈവസാന്നിധിയിൽ വന്നിരിക്കുന്നതെന്നൊക്കെ അവിടെ ഏലി വരെ അവളെ കളിയാക്കുന്നുണ്ട്. അന്നേരം എന്നെ ചിന്തിപ്പിച്ച വലിയൊരു കാര്യം, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനോവ്യസനം പൂണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അന്ന. അപ്പോൾ അന്നയുടെ മറുപടി, എത്ര വിഷമം ഉണ്ടായാലും അന്ന അവിടെ ഏലിയെ വിളിക്കുന്നത്, ഏലി സമാധാനം, അവിടെ ഏലിയെ അന്ന വിളിക്കുന്നു, യജമാനനെ, ഞാൻ ലഹരി പൂണ്ട ആളല്ല, ഞാൻ മദ്യം കുടിച്ചിട്ടില്ല, ഞാൻ വീഞ്ഞും മദ്യവും കുടിച്ചിട്ടില്ല. അപ്പം
അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. അപ്പം ഏലിയോട് പറയുക, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, അല്ലാതെ ഞാൻ മദ്യം കഴിച്ചിട്ടില്ല എന്ന് അവിടെ ഹന്ന പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു വലിയൊരു കാര്യം, ഈ മനോവ്യസനം പൂണ്ടിരിക്കുന്ന ഹന്ന ഏലി അന്നയെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞപ്പോഴും യജമാനനെ എന്നാണ് വിളിക്കുന്നത്. നമ്മളായിരുന്നെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനെ, നമ്മളെ ഒന്നും വേണ്ട, മനോവ്യസനവും വേണ്ട, നമ്മളൊന്ന് ചെറുതായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ഇച്ചിരിയോടെ ദേഷ്യം കൂടുതലുള്ള ഒരാളാണ്. അപ്പൊ എനിക്കൊരു വിഷമം വന്നാൽ എന്തേലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുന്നതെന്ന് പോലും ചില സമയത്ത് ഓർക്കാറില്ല. ഇപ്പൊ ഞാൻ ഒത്തിരി കൺട്രോൾ ചെയ്യാറുണ്ട്. ഈ അന്നയുടെ വിഷയം ഈ ഒരാഴ്ച ഇരുന്ന് പഠിക്കാൻ ഇടയായതിനു ശേഷം ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഇത്രയും മനോവ്യസനം ഒന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമ്മളെ ഒരാൾ എന്തേലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ നമ്മൾ ലോക മനുഷ്യരെക്കായും ഇതായിട്ട് നമ്മൾ അവരോട് സംസാരിക്കും. പക്ഷെ ഇവിടെ അന്ന സംസാരിക്കുന്നു. അന്ന പറയുന്ന, യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞും മദ്യവും കുടിച്ചിട്ടില്ല, യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുകത്രേ ചെയ്തത്. അവിടെ നമുക്ക് ഇനി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്, നമ്മൾ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്. ദൈവസന്നിധി നമ്മുടെ ഹൃദയം നാം പകരണം, ദൈവസന്നിധിയിൽ പകർന്നു വേണം നമ്മൾ പ്രാർത്ഥന. നമ്മൾ പല ചിന്തകളോടെ അല്ലെങ്കിൽ പല ചിന്തകളോടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് ശരിയാവത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിള് ആരോ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ കേട്ടതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കേട്ടു. ഒരു പാസ്റ്റർ കൺവെൻഷൻ നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അത് മഴ സമയമായിരുന്നു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ചർച്ചിൽ അനൗൺസ് ചെയ്യുക, നാളെ എല്ലാവരും രാവിലെ തന്നെ വരണം, നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി എല്ലാരെയും കൂട്ടിച്ചേർത്ത് ഇവർ ഉപവസിച്ചെല്ലാം പ്രാർത്ഥിച്ച് അവസാനം ആശീർവാദം പറയാൻ എണീറ്റപ്പം പാസ്റ്റർ എണീറ്റ് പറയുക, വൈകിട്ട് എല്ലാവരും നേരത്തെ വരണം, വിശ്വാസികളായ ഒത്തിരി പേര് ഈ മീറ്റിങ്ങിന് വരുന്നതാണ്, അവര് വരുന്നതിന് മുന്നേ നമ്മൾ വന്ന് ചെയറിടണം, പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, വരുമ്പോ നിങ്ങൾ കൊടയും കൂടി എടുക്കാൻ മറക്കല്ലേ എന്ന്. അവര് പ്രാർത്ഥിച്ച വിഷയം മഴ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ പുള്ളി പറയുക, നിങ്ങൾ ഒരു കൊടയും കൂടി എടുത്തിട്ട് ഇനി മഴ പെയ്യുന്നതുകൊണ്ട് താമസിക്കണ്ട വരാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലെ അത് ദൈവം തന്നു എന്നുള്ളൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വെയിറ്റ് ചെയ്യുക. കാരണം ആ സമയത്ത് നമുക്ക് ആവശ്യമില്ലായിരിക്കാം, ആ സമയത്ത് നമുക്കത് ആവശ്യമില്ല, ചിലപ്പോൾ അത് ദോഷമായിട്ടും പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ദൈവത്തിനറിയാം ഏത് സമയത്ത്, അപ്പനറിയാം മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ കൊടുക്കണ്ട എന്നുള്ളത് അപ്പനറിയാം. അതുപോലെ നമ്മുടെ സ്വർഗത്തിലെ അപ്പന് നമ്മുടെ ആവശ്യങ്ങൾ അറിയത്തില്ലേ, നമ്മുടെ നീറുന്ന പ്രയാസങ്ങൾ അറിയത്തില്ലേ, നമ്മുടെ ജീവിതത്തിലെ പരിവരുത്ത അനുഭവങ്ങൾ അറിയത്തില്ലേ. ആ എല്ലാ അനുഭവത്തിലും കൂടെ നമ്മളെ കടത്തി വിടുമ്പോഴും കൈ താങ്ങി പിടിക്കുവാനാ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പിന്നെ ആയിരിക്കാം. 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതിനെ ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് തലമുറ കൊണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അടിയനും തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണവും കഴിച്ചു. നമ്മളത് 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ എൽക്കാന ചോദിക്കുന്നുണ്ട്, നീ എന്താണ് എന്താണ് വ്യസനിച്ചിരിക്കുന്നത്, എന്തിനാണ് നീ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടല്ലോ. അന്നയുടെ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ചു. അന്ന ദൈവസന്നിധിയിൽ അവളുടെ ഭാരം ഇറക്കി വെച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഭക്ഷണവും കഴിച്ചു. സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണവും കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതും. നമ്മൾ ദൈവസന്നിധിയിൽ ഓരോ പ്രാർത്ഥന വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മുഖം എന്ത് ചെയ്യണ്ട, വാടേണ്ട ആവശ്യമില്ല. കാരണം ദൈവം ആ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്.
ആ പ്രാർത്ഥന കേട്ട ദൈവം നമുക്ക് ഉത്തരം അരുളും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പിൻകാലത്തെ ഒരു അനുഭവം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എല്ലാ വിഷയങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇന്നല്ല നാളെ ദൈവത്തിന്റെ സമയത്ത് നമുക്ക് ആ ഉത്തരം കിട്ടിയിട്ടുണ്ട്. പ്രിയ സഹോദരിമാരെ, നമുക്കിവിടെ മനസ്സിലാകാം, മനോവ്യസനത്തോടെ ദൈവസന്നിധിയിൽ വന്ന ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവിടെ അതുപോലെ പ്രാർത്ഥന വീരന്മാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവം കേട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. ഹാഗാർ കരഞ്ഞപ്പോൾ ദൈവം ആ പ്രാർത്ഥനയും കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോലുള്ള നാം ഓരോരുത്തരും കരയുമ്പോഴും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. മനോവ്യസനത്തോടെ നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് തീർച്ചയായിട്ടും ഉത്തരം അരുളിത്തരും. ഇവിടെ അന്നയുടെ ജീവിതത്തെ ഷീ റിയലൈസ്ഡ് ഹർ പ്രോബ്ലം. അവൾക്ക് അവളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ദൈവത്തോട് മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. ഷീ റിയലൈസ്ഡ് ഹർ എനിമി. അവളുടെ പ്രതിയോഗിയെ അവൾ തിരിച്ചറിഞ്ഞിരുന്നു. അത് തന്നെ ഷീ റിയലൈസ്ഡ് ഹർ നീഡ്സ്. ദൈവം അന്നെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അവളുടെ ആവശ്യം എന്താണെന്ന്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുന്നു.